ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുമുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും. കൊൽക്കത്തയിൽ നിന്നും ആദിൽ പാലോട് ചേരുന്നു വിവരങ്ങളുമായി. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ കാർത്തികയുമുണ്ട്. ആദ്യം ആദിൽ പാലോടിലേക്ക് നമ്മൾ പോവുകയാണ്. ആദിൽ, ആർജിക്കർ ആശുപത്രിക്ക് സമീപം ഈ സമരങ്ങളെ തടയിടാനായി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പക്ഷേ പ്രതിഷേധം കൂടുതൽ ഇടങ്ങളിലേക്ക് ആളിക്കത്തുകയാണ്. ഇപ്പോൾ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം, അതായത് കൊൽക്കത്തയിലെ പ്രധാന സ്റ്റേഡിയത്തിന് സമീപം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധം നമ്മൾ കാണുന്നു. അത് സംഘർഷത്തിലേക്ക് എത്തുകയാണ്. ചേരും ഇപ്പോൾ സായ്കുമാർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. സായ്കുമാർ, പ്രതിഷേധം ആളിക്കത്തുകയാണ് കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. ഒരുപക്ഷെ അടുത്തെങ്ങും കാണാത്ത തരത്തിലുള്ള പ്രതിഷേധം, അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കും എത്തുകയാണ്. എന്താണ് പ്രതിഷേധക്കാർ ഇപ്പോൾ അവരുടെ നിലപാട് എന്താണ്? പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട് അല്പം മുൻപല്ലേ? വിനീത സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കൊൽക്കത്ത മാറിക്കഴിഞ്ഞു. നേരത്തെ ആരോഗ്യ പ്രവർത്തകർ മാത്രമാണെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് വരുന്ന പൊതുജനങ്ങളും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കത്തിപ്പടരുകയാണ് കൊൽക്കത്തയിൽ ഈ യുവ ഡോക്ടർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ. അതിനെ തല്ലിയൊതുക്കാൻ, ആ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ സർക്കാർ എടുത്ത നടപടി അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം വെല്ലുന്ന തരത്തിൽ ഇപ്പോൾ പ്രതിഷേധം ആളിപ്പടരുന്ന കാഴ്ചയാണ് ഈ നിമിഷം നമ്മൾ കാണുന്നത്. ഈ ഡോക്ടർ കൊല്ലപ്പെട്ടത് മുതൽ നമ്മൾ കാണുന്നുണ്ട് കൊൽക്കത്തയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. അന്നൊക്കെ ആരോഗ്യ പ്രവർത്തകരാണ് അതിൽ അണിനിരന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്ഥിതി തന്നെ മാറിയിരിക്കുന്നു. ഇത് വലിയൊരു ജനകീയ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് നീതി വേണം എന്ന മുദ്രാവാക്യമാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ മുഴക്കുന്നത്. അഭയ്ക്ക് നീതി വേണം. ഇങ്ങനെ ക്രൂരമായി ഇനിയൊരു പെൺകുട്ടിയും ഇനിയൊരു സ്ത്രീയും നമ്മുടെ മണ്ണിൽ പിടിച്ചു ചീന്തപ്പെടരുത്. ഈ കുട്ടിക്ക് നീതി വേണം, കുടുംബത്തിന് നീതി വേണം എന്ന മുദ്രാവാക്യമാണ് അവരെല്ലാവരും ഉയർത്തുന്നത്. ഈ പ്രതിഷേധത്തെ അവസാനിപ്പിക്കാൻ ഇന്ന് നിരോധനാജ്ഞയടക്കം ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളെ എല്ലാം വെല്ലുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം വഴിമാറിയിരിക്കുന്നത്. ഇപ്പോൾ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ഇത്ര വലിയ സംഘർഷം നടക്കുന്നത്. ഫുട്ബോൾ ആരാധകർ, ഈസ്റ്റ് ബംഗാളിൻ്റെയും മോഹൻ ബഗാന്റെയും ആരാധകർ അവരുടെ ഇഷ്ട ടീമിൻ്റെ പതാകയുമായി ഈ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഡ്യൂറൻ കപ്പൊക്കെ അവിടെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള സൂചനകൾ വന്ന സമയത്ത് തന്നെ മത്സരങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ മത്സരം ഉപേക്ഷിച്ചിട്ടും അവിടെ എത്തിയിട്ടുള്ള ഫുട്ബോൾ ആരാധകർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ്. അതായത് സമൂഹത്തിൻ്റെ നാനാ തലങ്ങളിൽപ്പെട്ടവർ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു.
ഇത് ചെറിയ വെല്ലുവിളിയല്ല വിനീത ഇപ്പോൾ മമതാ ബാനർജി സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനകത്ത് തന്നെ പലതരത്തിലുള്ള ഭിന്നതകൾ ഇപ്പോൾ ഉടലെടുത്തു കഴിഞ്ഞു. അങ്ങനെ പോലീസിന് നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ വഴിമാറിയിരിക്കുന്നു കൊൽക്കത്തയിലെ പ്രതിഷേധം എന്ന് പറയേണ്ടി വരും. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പോലീസ് പോകണമെന്ന് തോന്നുന്നു. And then killed, murdered, then raped. So that was entire. അവിടെ വലിയ രീതിയിൽ 1 lakh people, they come and watch this game. Unnecessary police had come, thousands of police. They blocked barricade, they stopped the car, vehicles, they arrested football fans. My demand is that nowhere in the world a football fan can be arrested just because the supporter wants to watch a match. He has committed no crime, no law and order break. He just said we want to watch the match, we want to have football match here. Police did not allow match. Thousands of police are here. Half of the police they put in the stadium, this match could have been organized. I think this is very shameful act. I think this is very failure of law and orderness. The Calcutta city, the Bengal, Kerala, Goa, entire India is a football loving country. Calcutta mostly people love football here. Football should not be stopped here. I think football should continue playing. ശരി, അതിൽ പാലോടുണ്ട് കൊൽക്കത്തയിൽ നിന്ന്. അതിൽ കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഷാട്ട്ലേക്ക് സ്റ്റേഡിയത്തിൽ എത്തിയ ഫുട്ബോൾ ആരാധകരാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷെ അവർക്ക് നേരെ ലാത്തി വീശുന്ന ഒരു നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചതല്ലേ? ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൗബയുടെ പ്രതികരണമാണിപ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചത്. ഫുട്ബോൾ നടത്താതെ സാധാരണഗതിയിൽ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ക്രമസമാധാനം സ്ഥാപിക്കുകയായിരുന്നു വേണ്ടത്. 60,000 പേർ ടിക്കറ്റ് എടുത്തിരുന്നതാണ് മോഹൻ ബഗാൻ. ഒപ്പം ഇന്ന് കഴിയുകയാണ്. കാരണവുമില്ലാതെ ഇവിടെ എത്തിയ ഫുട്ബോൾ ആരാധകരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോയി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് എന്നാണ് ഫുട്ബോൾ അസോസിയേഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് തന്നെ റിപ്പോർട്ടർ ടിവിയോട് ഇപ്പോൾ പ്രതികരിച്ചത്. കൃത്യവുമാണ്. ഏതായാലും വലിയൊരു പ്രതിഷേധം. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആരാധകർ തിരിച്ചു പോയിട്ടില്ല. വലിയ പ്രതിഷേധം അവിടെ കാണാം. വി വോണ്ട് ജസ്റ്റിസ് എന്ന് East Bengal, Mohan Bagan, Mohammedan, East Bengal, Tomaramat, East Bengal, Mohan Bagan, Tomaramat, East Bengal, സാക്ഷി വഹിച്ചിട്ടുള്ള ഒരിടമാണ്. നിരവധി മത്സരങ്ങൾ അത്തരത്തിൽ ആരാധകരെ പിടിച്ചിരുത്തിയ മത്സരങ്ങൾ നടന്നിട്ടുള്ള ഇടമാണ്. അവിടെ ഇപ്പോൾ നീതിക്ക് വേണ്ടി ഏത് ടീമെന്നില്ലാതെ ആരാധകരെല്ലാം ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിനീത, ബംഗാളിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ബംഗാളിനെന്ന് മാത്രമല്ല ബംഗാളിനെ അറിയുന്ന
എല്ലാവർക്കും അറിയുന്ന ഫുട്ബോൾ സ്റ്റേഡിയം, അവരുടെ ഇഷ്ട ടീമുകൾ പലവട്ടം ഏറ്റുമുട്ടിയ ആ ഫുട്ബോൾ ടീമുകൾക്ക് വേണ്ടി പലവട്ടം അവർ ആർപ്പുവിളികൾ നടത്തിയ മൈതാനത്തിൽ നിന്ന്, മണ്ണിൽ നിന്നാണ് ഇപ്പോൾ നീതിക്ക് വേണ്ടിയുള്ളൊരു മുദ്രാവാക്യം ഇപ്പോൾ ഉയരുന്നത്. ഇത് ബംഗാളിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ പോയാൽ അത് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏത് വിധത്തിലും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ മമതാ ബാനർജി സർക്കാർ എടുത്തത്. നിരോധനാജ്ഞയടക്കം ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഏർപ്പെടുത്തിയത്. പക്ഷേ അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ബംഗാൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വലിയ പ്രതിഷേധം, അവിടെ മോഹൻ ബഗാൻ മത്സരം റദ്ദ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ രണ്ട് ടീമുകളുടെയും ആരാധകരാണ് ആ കൊടിയൊക്കെ ഏന്തി ഞങ്ങൾക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തിലേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ ആരോഗ്യ പ്രവർത്തകർ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ ബംഗാളിൽ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ആ പ്രതിഷേധത്തി ആളിപ്പടരുകയാണ്. അത് ബംഗാളിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ എല്ലായിടത്തും ആ പ്രതിഷേധം നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ അതിൽ സംഭവിച്ചിട്ടുള്ള അപ്ഡേഷൻ, സുപ്രീം കോടതി തന്നെ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു ഈ ക്രൂരമായ കൊലപാതകത്തിൽ എന്നാണ്. ചൊവ്വാഴ്ച ഹർജി സുപ്രീം കോടതി തന്നെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് നേരിട്ട് തന്നെയാണ് അത്തരമൊരു ഇടപെടൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതായത് നിയമപരമായി ഒരു വശത്ത് കാര്യങ്ങൾ നടക്കുന്നു, CBIയുടെ അന്വേഷണം നടക്കുന്നു. ഇപ്പോഴും CBI സംഘം ആശുപത്രിയിലുണ്ട്. അവർ പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തുകയാണ്. ആശുപത്രിക്ക് പുറത്ത് പക്ഷേ അണപൊട്ടി ഒഴുകുന്ന ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് ബംഗാളിൽ എല്ലായിടത്തും കാണുന്നത്. ഇന്നലെ അർദ്ധരാത്രിയൊക്കെ നമ്മൾ കണ്ടതാണ്. കൊൽക്കത്ത നഗരത്തെ നിശ്ചലമാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടന്നത്. ഈ പകൽ മുഴുവനും ആ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. ഇപ്പോഴിതാ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ബംഗാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എന്നും മത്സരം ആവേശത്തോടെ വീക്ഷിക്കാൻ ആയിരങ്ങൾ എത്തിയിരുന്ന മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളുമൊക്കെ നിരവധി ആരാധകരുള്ള ബംഗാളിൽ ആ ആരാധകരൊക്കെ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി, ബംഗാളിൽ ഒരു പെൺകുട്ടിക്കും ഒരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള അനുഭവം ഇനി ഉണ്ടാകരുത്, അവിടെ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി വേണം, ഞങ്ങൾക്ക് നീതി വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ CBI സംഘത്തിൻ്റെ അന്വേഷണവും തുടരുന്നുണ്ട്. അവിടുത്തെ മുൻ പ്രിൻസിപ്പലിനെ അടക്കം ഇപ്പോഴും ഏകദേശം 25 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. ഓരോ ഇടത്തു നിന്നും പോലീസിന് സംഭവിച്ച വീഴ്ചകൾ ഇപ്പോഴും അക്കമിട്ട് കുടുംബമടക്കം എണ്ണിപ്പറയുന്നുണ്ട്. പക്ഷേ മമതാ ബാനർജി സർക്കാർ ഇപ്പോഴും പറയുന്നത് തങ്ങൾ ഈ പെൺകുട്ടിക്കൊപ്പം തന്നെയാണ്, ഈ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ സമരം നടത്തുന്നു എന്ന് പറയുന്നുണ്ട് മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും. പക്ഷേ ഈ പ്രതിഷേധങ്ങളെ അവസാനിപ്പിക്കാൻ വേണ്ടി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും അതേ സർക്കാർ തന്നെയാണ്. അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ പല വിധത്തിൽ പല തട്ടിലാണ് എന്ന് തൃണമൂൽ കോൺഗ്രസിനകത്ത് തന്നെ അഭിപ്രായമുണ്ട്. നേതാക്കൾ തന്നെ രണ്ട് തട്ടിലാണെന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഈ സമയത്ത് നമ്മൾ വരുന്നത് കണ്ടു. ഡ്യൂറൻ കപ്പിൽ കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം നടക്കേണ്ടതായിരുന്നു. എന്നാൽ കൊൽക്കത്തയിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മത്സരം ഉപേക്ഷിച്ചു. എന്നാൽ അവിടെ എത്തിയ ഫുട്ബോൾ ആരാധകർ അവിടെ പ്രതിഷേധത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദിൽ പാലോട് ഞങ്ങളുടെ പ്രതിനിധിയും ഒപ്പം ഞങ്ങളുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്രയും അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് നമ്മൾ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ കാണുന്നത്. യുവാക്കൾ അവിടെ അണിനിരന്നിരിക്കുന്നു. ഫുട്ബോൾ ആരാധകർ ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വി വാണ്ട് ജസ്റ്റിസ് മുദ്രാവാക്യ വിളികളുമായി അവിടെ പ്രതിഷേധം കടുക്കുകയാണ്. ആദിൽ പാലോട് തുടരുന്നുണ്ട്. ആദിൽ, മത്സരം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഡോക്ടർമാരാണ് ആദ്യഘട്ടത്തിൽ പ്രതിഷേധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കൊൽക്കത്ത മുഴുവൻ അല്ലെങ്കിൽ ബംഗാളിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്നു എന്ന് തന്നെയാണ്. പ്രതിഷേധം അതിൻ്റെ അടുത്ത തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഒതുക്കുമോ ദീദി സർക്കാർ എന്നാണ് അറിയേണ്ടത്. കാരണം ഈ പ്രതിഷേധം തുടങ്ങിയ ഉടൻ തന്നെ പോലീസ് നടപടി നമ്മൾ കാണുകയും ചെയ്തതാണ്.
ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വലിയ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് പറയുന്നതിലപ്പുറമുള്ള ഒരു പ്രതിഷേധമാണ് ബംഗാളിൽ കൊൽക്കത്തയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറി ഫുട്ബോൾ താരങ്ങൾ മുതൽ സാധാരണ ജനങ്ങൾ വരെ നീതി തേടി തെരുവിലിറങ്ങിയിരിക്കുന്നു. അതിനെ കൈകാര്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങിയാൽ ഇത് ചരിത്രത്തിൽ തന്നെ ഈ ദിവസങ്ങൾ എഴുതപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് തന്നെ റിപ്പോർട്ടർ ടിവിയോട് വിശദീകരിച്ചതാണ്. ഇന്ന് മത്സരം നടക്കേണ്ടതായിരുന്നു സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. എന്നാൽ മത്സരം നടത്താനായില്ല. 60,000 പേർക്ക് ടിക്കറ്റുകൾ നൽകിയതാണ്. ആ മത്സരം നടത്തേണ്ടതായിരുന്നു. പക്ഷേ മത്സരം നടത്താതിരിക്കാനുള്ള പ്രധാന കാരണം മത്സരം നടന്നാൽ അവിടെ പ്രതിഷേധമുണ്ടാകുമെന്ന് പോലീസ് കണക്കുകൂട്ടിയിരുന്നു. അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് മാറുമെന്ന് പോലീസ് കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് മത്സരം മാറ്റിവെക്കാൻ, റദ്ദു ചെയ്യാനുള്ള തീരുമാനം പോലീസ് എടുത്തത്.